സ്റ്റാർക്കിന്റെ അവിസ്മരണീയമായ ബൌളിംഗ് പ്രകടനത്തിന്റെ ബലത്തിൽ ഡൽഹി 7 വിക്കറ്റിന് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഹൈദരാബാദിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ബാറ്റിംഗ് വെടിക്കെട്ട് പ്രതീക്ഷിച്ചെത്തിയ ഹൈദരാബാദിനെ വിക്കറ്റുകൾ വീഴ്ത്തിയാണ് ഡൽഹി സ്വീകരിച്ചത്. ആദ്യ ഓവറിൽ അഭിഷേക് ശർമ്മയെ ഹൈദരാബാദിന് നഷ്ടപ്പെട്ടു. മൂന്നാം ഓവറിൽ സ്റ്റാർക്ക് ഇഷൻ കിഷന്റെയും നിതീഷ് റെഡ്ഡിയുടെയും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഹൈദരാബാദിനെ വീണ്ടും ഞെട്ടിച്ചു. ഹൈദരാബാദ് നിലയുറപ്പിക്കും മുൻപേ അപകടകാരിയായ ട്രാവിസ് ഹെഡിനെയും സ്റ്റാർക്ക് രാഹുലിന്റെ കൈകളിലെത്തിച്ചു. 37 റൺസിനിടെ 4 വിക്കറ്റുകൾ നഷ്ടമായ ഹൈദരാബാദിനെ കരകയറ്റിയത് അങ്കിത് വർമ്മയുടെ ഹാഫ് സെഞ്ചുറിയും ഹെൻറിക് ക്ലാസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗുമാണ്. 41 പന്തുകളിൽ 74 റൺസ് നേടിയ വർമ്മയുടെ ബാറ്റിൽ നിന്ന് 5 ഫോറുകളും 6 സിക്സറുകളുമാണ് പിറന്നത്. 5-ാം വിക്കറ്റിൽ അങ്കിത്തിന്റെയും ക്ലാസിന്റെയും 77 റൺസിന്റെ കൂട്ടുകെട്ടാണ് ടീമിനെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. 11-ാം ഓവറിൽ ക്ലാസിനെ ഹൈദരാബാദിന് നഷ്ടപ്പെടുമ്പോൾ 114 റൺസാണ് ഹൈദരാബാദിനുണ്ടായിരുന്നത്. പിന്നീട് വന്നവർക്കൊന്നും ക്രീസിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. 48 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ ഹൈദരാബാദിന് നഷ്ടമായി. ഒരു വശത്ത് സ്റ്റാർക്കിന്റെ തീപ്പന്തുകൾ ഹൈദരാബാദിനെ വേട്ടയാടിയപ്പോൾ മറുവശത്ത് കുൽദീപ് യാദവിന്റെ തിരിയുന്ന പന്തുകളിൽ ഹൈദരാബാദ് വട്ടം കറങ്ങി. 18.4 ഓവറിൽ ഹൈദരാബാദിന്റെ പടയോട്ടം അവസാനിച്ചു. 163 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ആദ്യം മുതലേ ആക്രമിച്ചു കളിച്ചു. ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഡൂപ്ലസിസ് 27 പന്തുകളിൽ 50 റൺസ് നേടി. ഡൂപ്ലസിയുടെയും ഫ്രേസറും ആദ്യ വിക്കറ്റിൽ കുറിച്ച 81 റൺസ് ഡൽഹിക്ക് മികച്ച അടിത്തറ നൽകി. 10-ാം ഓവറിൽ ഡൂപ്ലസിയെയും ഫ്രേസറിനെയും അൻസാരി പുറത്താക്കി. ഈ സീസണിൽ ഡൽഹിക്കായി ആദ്യ മത്സരത്തിനിറങ്ങിയ KL രാഹുലിനെ 5 പന്തുകളിൽ 15 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് വന്ന സ്റ്റബ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പോറൽ ഡൽഹിയെ മുന്നിലേക്ക് നയിച്ചു. 16-ാം ഓവറിലെ അവസാന പന്ത് ഗാലറിയിലേക്ക് പായിച്ചുകൊണ്ട് ഡൽഹി അവരുടെ വിജയം പൂർത്തിയാക്കി. ഡൽഹിക്ക് നഷ്ടപ്പെട്ട 3 വിക്കറ്റുകളും സ്വന്തമാക്കിയത് സീഷൻ അൻസാരിയാണ്. ഹർഷൽ പട്ടേൽ മാത്രമാണ് ഹൈദരാബാദ് ബൌളിംഗ് നിരയിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചത്. 5 വിക്കറ്റുകൾ നേടിയ സ്റ്റാർക്കിനാണ് മാൻ ഓഫ് ദി മാച്ച്.